നാം കഴിക്കുന്ന ഏത് ഭക്ഷണത്തിനും പച്ചവെള്ളം ഒഴികെയുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും കലോറി അഥവാ ഊർജ്ജമുണ്ട്. ഒരു ദിവസം ആവശ്യമുള്ള ഊർജ്ജം മാത്രമേ നാം കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കൊഴുപ്പ് അധികമുണ്ടാവും. കൊഴുപ്പുണ്ടായാൽ ഈ രോഗങ്ങൾ ഉണ്ടാകും. ഇനി രണ്ടാമതൊരു കാര്യം നാം അറിയേണ്ടത്, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് രണ്ടായി തിരിക്കാൻ പറ്റും. വലിയ ഭക്ഷണം, ചെറിയ ഭക്ഷണം. വലിയ ഭക്ഷണത്തിന് നമ്മൾ മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയും. അത് വലിയ അളവിൽ നമ്മൾ കഴിക്കുന്നതാണ്. ചെറിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻ, ചെറിയ അളവിൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പം മാക്രോ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ വലിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 3 സാധനമാണ്. 1 കാർബോഹൈഡ്രേറ്റ്, 2 പ്രോട്ടീൻ, 3 ഫാറ്റ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ അത് ഷുഗറാവും. അപ്പോൾ ഷുഗറിന് വേണ്ടിയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. ഷുഗറാണ് നമ്മുടെ പ്രധാന ഇന്ധനം. നമ്മുടെ രക്തത്തിലെ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഇന്ധനം ഷുഗറാണ്. ആ ഷുഗർ ലഭിക്കാനാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. മലയാളത്തിൽ അന്നജം എന്ന് പറയും. പ്രോട്ടീൻ നമ്മുടെ ശരീരഘടന ഉണ്ടാക്കാനൊക്കെ നമുക്ക് പ്രോട്ടീൻ വേണം. അപ്പോൾ അതിനാണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത്. നമ്മുടെ പിന്നെ കോശങ്ങളുടെ ആവരണം, ഹോർമോണൊക്കെ ഉണ്ടാക്കുന്നത് ഫാറ്റ് വെച്ചാണ്. അപ്പം നല്ല ഫാറ്റ് നമുക്ക് വേണം. അപ്പം ഒന്ന്, ആവശ്യമുള്ള കലോറിയെ കഴിക്കാവുള്ളൂ. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ ഷുഗർ ആകും എന്നുള്ളത് കൊണ്ട് കാർബോഹൈഡ്രേറ്റ് അധികം കഴിച്ചാൽ ഷുഗർ കൂടും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റേ കഴിക്കാവുള്ളൂ.